ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ തന്നെ വണ്ടി ഓടിക്കാറിയാൻ അന്നേരം ഓടിച്ചു നോക്കണം മേളിൽ നിന്ന് താഴോട്ട്. അതായത് മുകളിൽ നിന്ന് വരുമ്പോൾ ഈ കയറ്റം കയറി ഇറങ്ങി വരുന്നിടത്ത് അവിടെ ഒന്നും കുഴപ്പമില്ല. ഈ കയറ്റം കയറി വരുമ്പോൾ ജംഗ്ഷനോട് അടുക്കുമ്പോൾ നമുക്ക് ഒരു ബേക്കറി, നൈസ് ബേക്കറി മുതൽ മുകളിലോട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു കാർ പാർക്കും ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഓടിച്ചു വരുന്ന ആളിന് സ്വാഭാവികമായിട്ടും വണ്ടി വലത്തോട്ട് പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പിടിച്ചു വരുമ്പോൾ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. ഈ റോഡ് പണിതയുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം, ഈ പോലീസ് വണ്ടി കിടക്കുന്ന കുഞ്ഞുങ്ങൾ അപകടപ്പെട്ട ഈ സ്ഥലത്ത് നോക്കുക. ഈ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗം ഇത് യെല്ലോ വൈറ്റ് ലൈനാണ്. ഇതാണ് റോഡ് തുടങ്ങുന്നത്. ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന നടുവിലത്തെ സ്റ്റഡും ലൈനുണ്ടല്ലോ, നടുവിലത്തെ ഡിവൈഡിങ് ലൈൻ, ആ ലൈനും തമ്മിൽ വളരെ സ്ഥലം കുറവാണ്. ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. എന്നാൽ മറുവശത്ത് രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തോട്ട് കയറി വരും. അങ്ങനെ വലത്തോട്ട് കയറി വന്ന വണ്ടിയുടെ ബാക്കാണ് ഈ ബസ്സിൽ ലോറി തട്ടുകയും ലോറി അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളെ ഇടിക്കുകയും മറിയുകയും ചെയ്തത്. അപ്പോൾ ഈ സൈഡിൽ, ഈ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഈ സൈഡിൽ വീതി കുറവാണ്. നിങ്ങളത് ക്യാമറ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് രണ്ട് സൈഡ് അത് കൃത്യമാണ്. അങ്ങനെ വരുമ്പോൾ വണ്ടി വലത്തോട്ട് പിരിയും. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു 2 മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ ഡിവൈഡർ വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം കൊടുക്കുന്നത്. ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും. പിന്നെ തെന്നി വരുന്നു എന്നുള്ള പ്രശ്നമാണ്. അതിന് ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരം വേണം, ഒരു സ്ഥിരമായ പരിഹാരം. അതിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും PWD മിനിസ്റ്ററും കൂടെ നമ്മൾ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി ചൊവ്വാഴ്ച, അവർ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, അവരെ വിളിക്കാൻ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. മുമ്പ് തന്നെ നമ്മുടെ ശാന്തകുമാരി, ഇവിടുത്തെ MLA, മാഡത്തിൻ്റെ ഒരു പരാതി 2021 ജൂലൈ മാസത്തിലാണ് തോന്നുന്നത്. അത് മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട്, MLAയും പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റെല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞ ശുപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവരെ വിളിക്കുകയാണ്. അവർ ചെയ്യേണ്ടതാണ്. അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണിത്. അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച്, ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്, ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. ഇതിനെക്കുറിച്ച് ഇനി യാതൊരു വിവാദത്തിനും വഴിയില്ല. ഹൈവേ ആണ് ചെയ്യേണ്ടത്. അതിനൊരു മാറ്റമില്ല. ഹൈവേയുടെ ശ്രദ്ധയിൽ ഇന്ന് തന്നെ ശ്രീ കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹം കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്നു. അതിൽ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടും. അവരത് അംഗീകരിച്ചില്ലെങ്കിൽ, പണമില്ല എന്ന് വല്ലതും പറയുകയാണെങ്കിൽ അടിയന്തരമായി റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗം ചേർന്ന് പണം ഇവിടെ മാത്രമല്ല, ഇവിടെയും മുണ്ടൂർ ഞാൻ മടങ്ങി വരുന്ന വഴിക്ക് ജനങ്ങളുടെ ഒരു പരാതി ഉണ്ടായിരുന്നു. അവിടെ ഒരു റൗണ്ട് ആക്കണം എന്നൊക്കെയാണ്. അത് KSTP റോഡാണ് ഒരു വശത്തുള്ളത്. അക്കാര്യത്തിൽ റിയാസ് മിനിസ്റ്ററോട് കൊണ്ട് ആലോചിച്ചിട്ട് അവർക്ക് ഫണ്ടുണ്ടെങ്കിൽ അവർ റൗണ്ട് ചെയ്യും. ആ റൗണ്ടാണോ ചെയ്യേണ്ടതെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ നാളെയും മറ്റന്നാളുമായിട്ട് അവർ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കണം. അവർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാരെ ബന്ധപ്പെട്ടവരെയായി ബന്ധപ്പെട്ട് അവർ പരിശോധിച്ചിട്ട് അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്. ഒരു സിഗ്നൽ ലൈറ്റിനെ പറ്റി പ്രശ്നം, സിഗ്നൽ ലൈറ്റ് അവർക്കും താല്പര്യമില്ല. സിഗ്നൽ ലൈറ്റ് വയ്ക്കുന്നതോടെ വീണ്ടും യാത്രയിൽ ഒരുപാട് കാലതാമസം വരും, ട്രാഫിക് ജാമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെ ഇറങ്ങും. 2 റോഡും ഈ റോഡും KSTP റോഡും കൂടി ചേരുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അവരെ ഉന്നയിച്ചതും ഈ അവസരത്തിൽ ഉൾക്കൊള്ളുകയാണ്. ഈ 2 പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. KSTPയുടെ പണം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവിടെ പരിഹരിക്കും, അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്കാരുകൊണ്ട് അത് പരിഹരിക്കും. രണ്ടുമില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം കൊടുക്കും. ഈ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം. ഇപ്പോൾ നാട്ടുകാരുമായി സംസാരിച്ചു, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, പഞ്ചായത്തിൻ്റെയും മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ കേട്ടു, പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. പക്ഷേ 5 ശുപാർശകൾ ഓഗസ്റ്റ് മാസത്തിൽ 2022 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഹൈവേക്ക് നൽകിയിരുന്നു. അവരത് പാലിക്കാത്തത് തെറ്റാണ്. ഏതായാലും അടിയന്തരമായി അവർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. റോഡ് തീരാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരിഹാരത്തിന് അവർ തയ്യാറാകും എന്നാണ്. അന്ന് ഇതിൻ്റെ സൈഡ് ഗ്യാരേജ് വേ കുറവാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ ലോറി മറിഞ്ഞ സ്ഥലത്ത് ഗ്യാരേജ് വേ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി സ്വാഭാവികം ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ടാണ് അത് കുറവായിട്ടുള്ളത്. ശരിക്കും അവിടെ ഉണ്ട്. പിന്നെ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളക്കെട്ടുണ്ട്. ഈ വെള്ളക്കെട്ടിലാണ് ഇത് സ്കിഡ് ചെയ്യുന്ന വണ്ടി. കഴിഞ്ഞ ദിവസം ഒരു ലോറി സ്കിഡ് ചെയ്തതിന് ഇവിടെ ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഈ സ്കിഡ് ചെയ്യുന്നതിന് വെള്ളക്കെട്ട്. അപ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഈ ഓടകളിലേക്ക് വെള്ളം അവിടെ ഓട ചെയ്തിട്ടുണ്ട് അവർ. അതിലേക്ക് കൃത്യമായി വെള്ളം കടന്നു പോകണം, അതിലേക്ക് ഒഴുകി പോകണം. കാരണം റോഡ് വെച്ചിട്ട് കാര്യമില്ല, അതിൽ വെള്ളം ഒഴുകാനുള്ളതാണല്ലോ. അപ്പോൾ വെള്ളം ഇവിടെ വന്ന് കെട്ടുകയാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. ഇവിടെ വന്ന് ഈ വളവിൽ വന്ന് ഇങ്ങനെ വെള്ളം, മഴ പെയ്യുമ്പോൾ മേളിൽ നിന്ന് വരുന്ന വെള്ളം, അപ്പോൾ അത് ഓട വഴി പോകാനുള്ള സംവിധാനം അവർ പണിതിരിക്കുന്നതാണ്. അതിൻ്റെ കുറ്റം തീർത്ത് തരേണ്ട അവരുടെ ജോലിയാണ്.